വെൽക്കം ടു വില്ലേജ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലിപ്പിന്റെ കളക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹെയർ ക്ലിപ്പില്ലേ, അത് ലാസ്റ്റ് വീഡിയോയിൽ എങ്ങാണ്ട് നമ്മൾ ആ കാണിച്ചതിന്റെ ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നേ ക്ലിപ്പിന്റെ കളക്ഷൻ കാണിക്കാവുന്ന. നമ്മൾ ഇവിടെ ഇന്ന് ഇപ്പോൾ കാണിക്കുന്ന പറഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് ഉള്ള ഐറ്റംസ് ആണ്. ഇത് കൊറിയൻ മെയ്ഡ് ആട്ടോ, നോർമൽ ഇന്ത്യൻ അല്ല, ചൈനയല്ല, ഇത് കൊറിയൻ മെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നോർമലിനേക്കാളും കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ്. ഇത് നമ്മൾ ആദ്യം കൊണ്ടുവരുമ്പം ഇത്രയും ഇതിന് സെയിൽ നടക്കുമെന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ കൊണ്ട് ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ചെയ്യുന്ന ഐറ്റമാണ്, എപ്പോഴും റെഗുലർ വരുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും റേറ്റ് ഉണ്ടെങ്കിലും ഒത്തിരി ഫാൻസ് ഉണ്ട് ഇതിന്. കാരണം അതുപോലെ കാണാനൊരു വെറൈറ്റിയാണ്, നമുക്ക് സാറിന് വരുന്നതിനെ പോലെയല്ല, കുറച്ച് വെറൈറ്റി ലുക്ക് ഇതിന് കിട്ടും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, അതുപോലെ തന്നെ ചെയ്തെടുക്കാറുണ്ട് ഇന്ത്യൻ മെയ്ഡിലും ഒക്കെ, പക്ഷെ എത്ര ഫിനിഷിങ് വരാറില്ല. പിന്നെ അതിൻ്റെ ക്വാളിറ്റിയും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അപ്പം ഇത് കൊറിയൻ ഐറ്റംസ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് വരും. ഇതെല്ലാം ഇന്ന് ഞാൻ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം 390 ഐറ്റംസ് ആട്ടോ. അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കിക്കോളുക. ഈ ഒരു കളറും ഡിസൈനും ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരുമ്പോഴത്തേനും സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്പർ എല്ലാത്തിനും കൊടുത്തേക്കാവേ. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. ഇതൊരു ഫ്ലവർ പാറ്റേണിൽ, നോർമൽ പ്ലാസ്റ്റിക് ക്വാളിറ്റി അല്ല, ഇതിൽ കൂടെ ക്വാളിറ്റി കൂടിയ ഐറ്റമാണ്. സ്റ്റോൺസ് ഉണ്ട്. നമുക്ക് സാധാരണ സ്റ്റോൺസിനേക്കാളും കുറച്ചുകൂടെ എന്തായാലും നമ്മുടെ സാധാരണ വരുന്നതിനേക്കാളും അത്രയും പെട്ടെന്ന് പറഞ്ഞു പോകത്തൊന്നുമില്ല. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അങ്ങനെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും അതിനങ്ങനെ വലിയ കാര്യമായിട്ട് ഇതിന് വന്നിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡൽ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി വർഷമായി. അപ്പോൾ അത്രയും നന്നായിട്ട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ഐറ്റംസ് ഇതിൽ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇനിയും കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതൊക്കെയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒറ്റ ലോക്കേ ഉള്ളെന്ന് പറഞ്ഞാൽ പോലും നന്നായിട്ട് ഫിക്സ് ആയിട്ടിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് അങ്ങനെ പോകുന്ന ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസിനെല്ലാം റേറ്റ് 390 39. നമ്മുടെ അടുത്ത ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആട്ടോ. ഇതേതാ കളർ? ഒരു ലൈറ്റ് പീച്ച് കളർ അല്ലേ? മുമ്പേ കാണിച്ച ഒരു ഡാർക്ക് ബ്രൗൺ ആയിരുന്നു. സെയിം ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് പീച്ച് ആണ് ബേസ് കളർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കളേഴ്സും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡിഫറെൻറ്റ് പാറ്റേൺ ആയില്ല. നോർമലി കോമൺ ആയിട്ട് വരാറുള്ളതിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടെല്ലായിരിക്കും. കുഞ്ഞൊരു സ്റ്റോണിൻ്റെ ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ല, കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ പറിച്ചെടുക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞു പോരും കേട്ടോ. അത്യാവശ്യം ലാസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞു പോകത്തില്ല. കംപ്ലയിൻറ്റ്സ് ചെയ്യാൻ പറഞ്ഞില്ല, വളരെ കുറവുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് സെയിം രീതിയിൽ തന്നെ. അപ്പോൾ ഇതിനും സെയിം പ്രൈസാണ് കേട്ടോ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് ആ ഒരു ബാർകോഡ് കാണുന്ന രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് അയക്കാനേ. സെയിം റേറ്റ് ആണ് 390. അടുത്ത ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ. ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. പറഞ്ഞു ബ്രൗൺ ഷെയ്ഡ്. സ്റ്റോൺസിനും ആ ഒരു ഫ്ലവറിന്റെ പാറ്റേണും കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സിൽവറിന്റെ എക്സ്ട്രാ ഒരു ലീഫിന്റെ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ, പറയുന്നില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ ഇതും. ഇതിന്റെ കളറും ആ ഒരു ഡാർക്ക് ബ്രൗൺ, ഞാൻ ഫസ്റ്റ് കാണിച്ച ഏകദേശം ആ ഷെയ്ഡ് തന്നെയാണ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. സ്റ്റോൺ എല്ലാം ഒരു എന്താ പറയുക, റോസ് ഗോൾഡിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് കേട്ടോ സ്റ്റോൺസിനൊക്കെ. എക്സ്ട്രാ ഒരു സ്റ്റോൺ ഇവിടെയുണ്ട്. പിന്നെ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷെ നോർമൽ ആ ഒരു പ്ലാസ്റ്റിക് ഒന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെല്ലാം. ഇതെല്ലാം നമുക്ക് അത്യാവശ്യം കുറച്ച് ഷോപ്പുകാരെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത്ര റേഞ്ച് ആയതുകൊണ്ട് പ്രീമിയം കളക്ഷൻ എന്ന് പറയാവുന്നൊരു ഐറ്റമാണ്. ശരിക്കും ഫംഗ്ഷനൊക്കെ ആയിട്ടോ സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഫംഗ്ഷനൊക്കെ ആയിട്ട് മാത്രമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം ഈ റേഞ്ച് ഉള്ളത് ഞാൻ പറഞ്ഞാലേ കുറച്ച് കടക്കാരെ ഇത് ചെയ്യുന്നുള്ളൂ. കാരണം ഇത്ര റേറ്റ് അല്ലേ. ഇതിൻ്റെ തന്നെ ഒരു 1000 റേഞ്ചിൽ വരെ വരുന്നുണ്ട് നമുക്ക് നോർമൽ ക്ലിപ്പ് തന്നെ. ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്യുമ്പം ചിലർ വന്ന് ചോദിക്കുമായിരുന്നു ഇത്രയും റേഞ്ചിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയും ആ ഒരു കാഴ്ചയ്ക്കുള്ള ഭംഗിയും അതിന് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത്ര ഹിറ്റ് ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നന്നായിട്ട് മൂവ് ആകുന്ന ഐറ്റമാണിത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും കേട്ടോ. കുറേ പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നാണ്. ഇതിലും റേഞ്ച് കൂടിയ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ക്വാളിറ്റിയിലും അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. ഇതും സെയിം റേറ്റ് ആണ് 390. നമ്മുടെ അടുത്ത് വരുന്ന അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ. ഇതിൻ്റെ കളർ ഒരു ലാവൻഡർ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. ഗ്രേയും ലാവൻഡറോടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. ആ ഫ്ലവറിന് ഏകദേശം ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അടുത്ത് എനിക്ക് ഇതുപോലെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. മുമ്പേ കാണിച്ച സെയിം ഡിസൈനാണ്. കളർ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആട്ടോ. ലാവൻഡർ ഷെയ്ഡ് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അതിനും കാണാൻ പറ്റുന്നുണ്ടോ? തിരിച്ച് കാണിക്കാം. ഇതാ കേട്ടോ.
ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തലയിൽ ഇടുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. സെയിം റേറ്റ് ആണേ. ഇതിൻ്റെ ഒരു ഷെയ്ഡും കൊണ്ട് അതോടെ കാണിക്കും. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കളർ വരുന്നത് പീച്ചാണ്. ഞാൻ ആദ്യത്തെ ഡിസൈൻ കാണിച്ചില്ല, അതിൻ്റെ അകത്തും പീച്ച് ഉണ്ടായിരുന്നു. ഇതും പീച്ച് തന്നെ, പക്ഷേ രണ്ടാമത്തെ ഡിസൈനിൻ്റെ അകത്ത് 3 ഷെയ്ഡ്സ് ഉണ്ട്. ആദ്യത്തിൻ്റെ അകത്ത് 2 ഷെയ്ഡുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ കൂടുതൽ കൊണ്ടുവരാവേ. കാരണം ഇപ്പോൾ ഇത് ഞാൻ ഷോപ്പിലേക്ക് ആയതുകൊണ്ട് ഒത്തിരി പീസൊന്നും എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പം എണ്ണം കൂടുതലൊക്കെ നമുക്ക് ഓൺലൈൻ കാണിക്കുമ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണം കൂട്ടി തന്നെ ഇനി നമുക്ക് കൊണ്ടുവരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാനതങ്ങ് അതിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ ഒന്ന് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ടൈപ്പ് കളക്ഷനും ഇനി നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിനും സെയിം റേറ്റ് തന്നെയാണ്, 390 390.